ഹലോ, അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാൻ നിന്നില്ല. കാരണം നമ്മൾ വൈമാളി പോകാൻ നേരമായിട്ടുണ്ട്, നേരം ഓൾറെഡി വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ നിന്നില്ല. വൈമാളിൽ എന്താ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് അവിടെ മെഹന്തി കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. നമ്മളെ യൂസലിക്ക ഒരു പരിപാടിക്ക് കുറേ പരിപാടികൾ അങ്ങോട്ട് എടുത്തു വെക്കും. അപ്പോൾ അത് കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർ വരാൻ നടക്കുകയാണ്. എന്തായാലും 99 കവറും പിടിച്ച് വൈമാളി കയറുന്ന വ്യക്തി ഞാനായിരിക്കും. സാരമില്ല, പിന്നെ അല്ല അവിടേക്കും വേണ്ടേ പബ്ലിസിറ്റി. അതിന് നമ്മൾ അങ്ങോട്ട് കയറി. അപ്പോൾ അതിൻ്റെ വെൽക്കം ചെയ്യുന്ന ആളൊക്കെ വെൽക്കം ചെയ്തു. അപ്പോൾ ഞാൻ മെഹന്തി കോമ്പറ്റീഷൻ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചു. പിന്നെ അവിടെ നോക്കിയപ്പോൾ മെഹന്തി മാത്രമല്ല, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട് കേട്ടോ. ഒപ്പന, അത് ഇത് തേങ്ങ മാങ്ങാന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയണത് ഇതിനൊക്കെ ഇത്രയധികം പരിപാടി ഉണ്ടാവും എന്നറിയാം. ഇത്രയും ദിവസം ഉണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നല്ല ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരുപാട് മുഞ്ചത്തികൾ വന്നിട്ടുണ്ടായിരുന്നു. പൊന്നോന്നും പറയാനില്ല. കൂടുതലും ട്രെൻഡിങ് ആയിട്ട് പിടിച്ചിരിക്കുന്ന പിള്ളേരായിരുന്നു കേട്ടോ. അവരുടെ ഇടയിൽ പിടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം അവർ നല്ല അടിപൊളിയായിട്ട് ഒന്നും പറയാനുള്ള രക്ഷയില്ല. ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയ പിള്ളേർ ഇട്ടത് ഇന്ത്യൻ തീമായിരുന്നു കേട്ടോ. ഇന്ത്യനും അറേബ്യയും ആയിരുന്നു ഞങ്ങൾക്ക് തീം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിത് രണ്ടിലും ഇടാത്ത കാരണം കൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റും സെക്കൻഡൊക്കെ പോയിട്ടാ. പിന്നെ അല്ല, പിന്നെ ഞാൻ അങ്ങോട്ട് വിട്ട് കൊടുക്കണ്. പിള്ളേരൊക്കെ അങ്ങോട്ട് ജയിച്ചിട്ട് വരട്ടല്ല. പിന്നെ നമ്മൾ തന്നെ എപ്പോഴും ട്രെൻഡിങ് ആയി നിന്നാൽ ശരിയാവൂലല്ലോ. എന്തു പറയണ് അങ്ങനല്ലേ. പിന്നെ അല്ല, നമ്മൾ തന്നെ എപ്പോഴും മുന്തിന്നാ പോരാ. അങ്ങനെ പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. എൻ്റെ കുഞ്ഞു രക്ഷയില്ല. പിന്നെ സജ്ന മേഡം അങ്ങനെ ആരോ ആയിരുന്നു മെഹന്തിയിൽ ഭയങ്കര പേര് കേട്ട ആളായിരുന്നു വന്നിരുന്നത് ജഡ്ജ് ചെയ്യാൻ. ആൾ പറയണ്ടായിരുന്നു ഞങ്ങൾക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യണ്ടേന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അത്രയും ടഫായിരുന്നു. പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, കൂടുതലും പെമ്പിള്ളേർ, കുഞ്ഞി പെമ്പിള്ളേർ ട്രെൻഡിങ്ങിനനുസരിച്ച് പോണ കാരണം അവർക്ക് തന്നെ കിട്ടാൻ വഴിയുള്ളൂ നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ എന്നാലും ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കണോണ്ട് ഒന്ന് നമുക്ക് നമ്മളെ കഴിവിന് നമുക്ക് തട്ടിയെടുക്കുക. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. പിന്നെ എന്താണ്, ഇപ്പോൾ എന്തൊക്കെ ട്രെൻഡ്സ് ഉണ്ട് അതൊക്കെ നല്ലോണം അറിയാൻ പറ്റും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ പോയതാണ്. ഓക്കെ, പിന്നെ കുഴപ്പമില്ല. അതാ പോണ മുതലാണ് ഫസ്റ്റ് കിട്ടിയത്. നല്ല പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ. വന്ന ആൾ തന്നെ ഒരുപാട് തവണ പെൺകുട്ടി ഇട്ട് കൊടുത്ത കൈ നല്ലോണം നോക്കുന്നുണ്ടായിരുന്നു. അതിനെ ഫസ്റ്റ് കിട്ടി. എന്നാൽ പിന്നെ കപ്പൊന്നും കിട്ടാത്ത കാരണം നമ്മൾ വേഗം അവിടെ നിന്ന് മണ്ടി. പിന്നെ അവിടെ നിന്ന് വെറുതെ ചളാക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അത് നമ്മൾ നോമ്പറക്കണമല്ലോ. നോമ്പറക്കാനായിട്ട് വൈമാള് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രയർ റൂമിൻ്റെ അടുത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രയർ റൂമാണ് കാണുന്നത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ചെല്ലുമ്പോൾ തന്നെ നല്ല എന്തോരം അത്തറിൻ്റെ മണം. ഈത്തപ്പഴം നമ്മൾ തിന്നണ സാധാ ഈത്തപ്പഴമല്ല. അതായത് ഒരു എക്സ്ട്രാ എന്തോ ഒരു ടേസ്റ്റുള്ള പോലെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കാലിയായ സ്ഥലത്തിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇരുന്നപ്പോൾ ഈടാ ഞാനിട്ട കൈ എടുത്ത് കാണിച്ചില്ലല്ലോ എന്ന്. അതാ ഞാനിട്ട കൈ ഇതിങ്ങനെയാണ് ഉണങ്ങിപ്പോയതുകൊണ്ട് ഒരു ഫിനിഷിങ്ങിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം ഇന്നത്തെ വൈമാളിലെ മെഹന്തി വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതിട്ടാ. എന്നാലും നമുക്കൊരു